എന്താ പുതിയ പാഠത്തിന്റെ പേര്? Our new lesson, that is let's join together. Let's join together എന്ന പാഠത്തിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണോ? Friends, look at the textbook. Bibi and friends are here for the maths first. See, all are visit the all stars. എല്ലാ സ്റ്റാറും വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തിനാ? ആസ് എ പാർട്ട് ഓഫ് മാത്സ് ഫെസ്റ്റ്. മാത്സ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റാറും എല്ലാവരും വിസിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ 1 എന്താന്ന് നോക്കിയാലോ? നിങ്ങൾ റെഡിയാണോ? ഹായ് കൂട്ടുകാരെ, ടേക്ക് 2 cards from the box and find it sum. Then color the flower. നമുക്ക് ഇഷ്ടമുള്ള കാർഡുകൾ ബോക്സിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സമ്മ് 17, 16, 45, 65, 40 ഒക്കെ കിട്ടണം. എന്നിട്ട് നമ്മുടെ ഫ്ലവർ എന്ത് ചെയ്യുക? കളർ ചെയ്യുക. ഈ ഫ്ലവർ കണ്ടോ? ഈ ഫ്ലവറിനകത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 70, 60, 45, 65, 40 എക്സെട്ര. ഇത് ഏതൊക്കെ നമ്പറുകൾ ഏതൊക്കെ 2 നമ്മളോട് ആ ബോക്സിനകത്ത് 2 കാർഡ് എടുക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ 2 കാർഡ് ഏതൊക്കെ 2 കാർഡ് എടുത്താൽ നമുക്ക് 60 കിട്ടും. നമുക്ക് ഏതൊക്കെ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 60 കിട്ടുന്ന മക്കളെ? നമുക്ക് ഒത്തിരി നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 60 കിട്ടും അല്ലേ? ഫോർ എക്സാമ്പിൾ ഈക്വലായി ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 30 + 30 എന്താ? 60 ആണ്. നമുക്ക് ഫസ്റ്റ് 60 എടുക്കാം. 30 + 30 എന്താണ്? 60 ആണ്. പിന്നെ എന്താ? പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം. 59 + 1 എന്താണ്? 60 ആണ്. പിന്നെയോ? പിന്നെ നമുക്ക് ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടും? 58 + 2 60 ആണ്. 57 + 3 60 ആണ്. 54 + എന്താണ്? 54 + 6 എന്താണ്? 60 ആണ്. 55 + 5 എന്താണ്? 50 ആണ്. 60 ആണ്. അങ്ങനെ മെനി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അതായത് കുറേ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. ഒരു നമ്പർ അല്ല, ഒരുപാട് നമ്പറുകൾ, 2 നമ്പറുകൾ, അതായത് നമ്മൾ അതിനകത്ത് 2 കാർഡ് എടുക്കുകയാണെങ്കിൽ ഏത് കാർഡും ആകാം. കാരണം ഏതൊക്കെയോ 2 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 60 കിട്ടണമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം? ഇവിടെ ഒത്തിരി എണ്ണം ഉണ്ട്. നമുക്ക് ഏതൊക്കെ എഴുതാം? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരെണ്ണം എഴുതാം. 40 + 20. 40 + 20 എന്താ മക്കളെ? 40 + 20 എന്താണ്? 60 ആണ്. അപ്പം നമുക്ക് 60 കിട്ടുന്ന ഒരു നമ്പറാണെന്ത്? 40 + 20. അങ്ങനെയാണെങ്കിൽ 45 നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം 40 + 5 45 ആണ്. പിന്നെയോ 39 + 6 45 ആണ്. പിന്നെയോ 42 + 3 എന്താണ്? 45 ആണ്. അങ്ങനെ ഏതും എടുക്കാം. ഏത് നമ്പർ എടുത്താലും എന്താ? 45 കിട്ടും. നമുക്ക് 20ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടും? യെസ്, 20 + 25 എന്താണ്? 45 ആണ്. 20 + 25 എന്താണ്? 45 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 65 നിങ്ങളൊന്ന് മൈൻഡിലൊന്ന് നോക്കിക്കുക. ഏതൊക്കെ നമ്പർ ആഡ് ചെയ്താൽ 65 കിട്ടും? നമുക്ക് ഏതൊക്കെ നമ്പർ ആഡ് ചെയ്താൽ 65 കിട്ടും? ഈസിയാണ്. 30 + 30 എന്താണ്? 60 ആണ് അല്ലേ? നമുക്ക് 65. അപ്പോൾ ഒരു 30 ഒരു 35 എടുത്താൽ പോരെ? അപ്പോൾ എന്ത് കിട്ടും? 65 കിട്ടും. 30 + 35 = 65. അതെയാണല്ലോ. വേറെ എന്തെല്ലാം ഉണ്ട്? 64 + 1 65, 63 + 2 65, then 61 + 4 65. Lots of numbers are there. And what about 70? 70 ആണെങ്കിലോ 40 + 30 = 70. 40 + 30 70. Then 50 + 20 70. പിന്നെയോ 60 + 10 70. അതൊക്കെ 70 ആണ്. Then 40 ആണെങ്കിലോ 40 എങ്ങനെ എഴുതാം? 30 + 10 40. 30 + 10 40. Then 31 + 9 40. 32 + 8 40. And there are many numbers. അങ്ങനെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് നമ്പർ എടുത്താലും ആ നമ്പറിനെ 2 നമ്പറിൻ്റെ സമ്മാക്കി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നമ്പറുകൾ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പെറ്റൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ഓരോ 2 കാർഡ് വെച്ച് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായ എല്ലാവർക്കും? അങ്ങനെയാണ് നമുക്ക് ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക? നല്ല ഭംഗിയിൽ കളറൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ? മക്കളെ, നിങ്ങൾ നെക്സ്റ്റ് പേജിൽ, അതായത് നിങ്ങളുടെ പേജ് നമ്പർ 47 പെയറിംഗ് എന്നുള്ള ടോപ്പിക്കിൽ
പെയറും സമ്മും. അവിടെ സം ഇസിക്കൽ ടു 40. സം എത്ര കിട്ടണ്ടേ? സം നീഡ് ടു ഗെറ്റ് 40. സം 40 കിട്ടണം. സോ ഹിയർ ടു നമ്പേഴ്സ് ആർ ദർ, 1 and 9. 1 and 9 is given there. Can you find other two pairs to get to 10? 10 കിട്ടാനുള്ള ഏതൊക്കെ വേറെ നമ്പേഴ്സ് അറിയാമോ? യെസ്, 8 plus 2. 8 plus 2 is equal to 10 ആണ്. 8ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 കിട്ടും. പിന്നെ ഏതാ ഉള്ളത്? See, 7. 7 plus 3, 10. 6 plus 4, 10. 5 plus 5, yes, 10. These are the numbers. ഇതൊക്കെ നമുക്ക് 10 കിട്ടും അല്ലേ? ഇനി നമ്മളിവിടെ നേരെ തിരിച്ച് 4 plus 6 എന്ന് എഴുതാനും 3 plus 7 എന്ന് എഴുതാനും 2 plus 8 എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? 10 തന്നെയാണ്. അപ്പം these are the pairs of to get some 10. സം 10 കിട്ടുന്ന പേഴ്സ് കണ്ട ഏതൊക്കെയാണ്? ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ പറയുന്നുണ്ട് 100ന്റെ. കണ്ടോ മക്കൾ? കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? 100. ഇവിടെ പെയറുണ്ട്, സം ഉണ്ട്. പെയറുണ്ട്, സം ഉണ്ട്. മക്കളെ 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത്? 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത്? 1 plus dash. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടും? 1 plus 99 is equal to 100. നെക്സ്റ്റ് മക്കളെ ഡാഷ്. ഡാഷ് പ്ലസ് 65. 65ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴായിരിക്കും 100 കിട്ടുന്നത്? നമുക്കറിയാം 65ന്റെ കൂടെ എത്ര കൂടി ആഡ് ചെയ്താൽ 100 കിട്ടും? ഒന്ന് ഓർത്ത് നോക്കിക്കേ. 65 എടുത്തു നമ്മൾ. 65 എടുത്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് 65ന്റെ കൂടെ എത്ര ആഡ് ചെയ്ത്? 35 ആഡ് ചെയ്ത് നോക്കിയാലോ? യെസ്, 35 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 100 കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ വരിക? 35 പ്ലസ് 65 എന്ത് വരുന്നുണ്ട്? 100 വരുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് 60. 65 പ്ലസ് 35 ആണെങ്കിൽ 60ന്റെ കൂടെ എന്താ ആഡ് ചെയ്യുമ്പോഴായിരിക്കും 100 കിട്ടുന്നത്? 40. 60 പ്ലസ് 40 എന്താണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ 70ന്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? നമുക്കറിയാം 70യുടെ കൂടെ ഒരു 10 ആഡ് ചെയ്ത് 80 ആവും. 2 10 ആഡ് ചെയ്താൽ 90 ആവും. അപ്പോൾ എത്ര 10 ആഡ് ചെയ്യുമ്പോൾ 100 ആവും? യെസ്, 310. 310 എന്ന് പറഞ്ഞാൽ എത്രയാ? 30. അപ്പോൾ 70 പ്ലസ് 30 100. നമുക്ക് വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ഡാഷ് പ്ലസ് 45. ഡാഷ് പ്ലസ് 45. 45ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 100 കിട്ടും മക്കളെ? 45ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ? യെസ്, 55. 45 പ്ലസ് 55 ദാറ്റ് ഈസ് 100. അങ്ങനെ നമുക്ക് ഏത് നമ്പർ തന്നാലും അതിനെ നമുക്ക് 2 നമ്പറിൻ്റെ സമ്മാക്കി എഴുതാനായിട്ട് പറ്റും. ഇവിടെ നോക്കി നമ്മളിവിടെ പെയർ ഏതൊക്കെ പെയർ എടുത്തേ? 1ഉം 9ഉം എടുത്തപ്പോൾ നമുക്ക് 10 കിട്ടി. അതുപോലെ 10 കിട്ടുന്ന ഡിഫറെൻറ്റ് പെയർസ് ആർ ദർ. ദെൻ സെയിം ടൈം 100 ഓൾസോ. ഇത്രയും 100-നുള്ളോ? ഇതല്ല, 100-ന് ഇനി എന്തോരം എഴുതാനുണ്ട്? 2 plus 98, 3 plus 97, 4 plus 96. അങ്ങനെ കുറേ നമ്പറുകൾ നമുക്ക് 100 കിട്ടുന്നത് എഴുതാനായിട്ട് പറ്റും. മക്കൾക്ക് മനസ്സിലായോ എങ്ങനെയാന്ന്? മക്കളെ, in the same way, how do we write how do we get 1000 as the pairs of two numbers? 1000 ഏതൊക്കെ 2 നമ്പറിന്റെ സമ്മാക്കി 1000-ന് എഴുതാൻ വേണ്ടി പറ്റും? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എഴുതാം. ഫസ്റ്റ് 500 പ്ലസ് 500. മക്കളെ 500 പ്ലസ് 500 എന്താ വരുന്നത്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം 500 പ്ലസ് 500 എന്താണ്? 1000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്ത് എഴുതാം? 600ന്റെ കൂടെ എത്ര 100 ആഡ് ചെയ്താൽ 500 ആവും? 600 പ്ലസ് 400 ഈസ് 500 അല്ല 1000. 600ന്റെ കൂടെ 400 ആഡ് ചെയ്യുമ്പോൾ എന്താവും? 1000 ആവും. അങ്ങനെയാണെങ്കിൽ മക്കളെ 315ന്റെ കൂടെ എത്ര കൂടി ആഡ് 1000 ആവും എന്ന് പറഞ്ഞേ? യെസ്, 650. എത്ര ആഡ് ചെയ്താൽ 1000 ആവും? 650. നമുക്കറിയാം 0 പ്ലസ് 0 0, 5 plus 5 10, carry over 1, 3 plus 9, 9 plus 1 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ 750ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 1000 ആവും? വെരി സിമ്പിൾ. 750 പ്ലസ് 250 എന്താണ്? 1000 ആണ്. അങ്ങനെയാണെങ്കിൽ 700ഓ? 700ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 1000 ആവും? 700 പ്ലസ് 300 ഈസ് ഈക്വൽ ടു
1000. 700 plus 300 is equal to 1000. പിന്നെ എന്തൊക്കെ എഴുതാം? 999 plus 1. 999 കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1000. Then 999 plus 2. 999 കൂടെ 2 ആഡ് ചെയ്താൽ എന്താണ്? 1000 ആണ്. ഇതിന് 3 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, 2 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, 1 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ പെയറുകളായിട്ട് ഒത്തിരി പേരുകൾ എഴുതാനായിട്ട് പറ്റും. ഒരു നമ്പറിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്പറുകളുടെ പെയറാക്കി എഴുതിയിട്ട് സമ്മ് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.